ദാ ഈ സാധനമാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള എൻ്റെ ഒരു ഇൻസ്പോ. അപ്പോൾ വന്നോളൂ, ചെയ്യാം. സ്ലിപ്പ് നോഡ് മേക്ക് ചെയ്യാനായിട്ട് ലെഫ്റ്റ് ഹാൻഡിൽ 2 ഫിംഗേഴ്സ് എടുക്കുക. then ഇയാളുടെ അണ്ടർലോട്ട് വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്യുക. ഈ 2 ഫിംഗറിൻ്റെ സെൻറ്ററിലോട്ട് നമ്മൾ റൈറ്റ് ഹാൻഡിൽ ടെയിൽ എൻഡ് വെച്ച് കൊടുക്കുക. ദെൻ ആ ലോങ് ടെയിൽ പുൾ ചെയ്യുക. അപ്പം നമുക്കിവിടെ ഒരു സ്ലിപ്പ് നോഡ് കിട്ടും. ഈ സ്ലിപ്പ് നോഡിലാണ് നമ്മൾ ചെയിൻസ് മേക്ക് ചെയ്യുന്നത്. യാണും ഹുക്കും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് വേണം. നല്ല ടൈറ്റ് ആവാനോ ലൂസ് ആവാനോ പാടില്ല. നമ്മൾ ആദ്യം ചെയിൻസ് ആണ് മേക്ക് ചെയ്യുന്നത്. ചെയിൻസ് മേക്ക് ചെയ്യാനായിട്ട് ആദ്യം ഹുക്കിനെ യാൺ ഓവർ ചെയ്യുക. യാണിൻ്റെ ബാക്കിലോട്ട് കൊണ്ടുവരിക. ദെൻ അതിനെ ഗ്രാബ് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ചെയിൻസ് മേക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയിൻ നമ്മൾ മേക്ക് ചെയ്തു. ദെൻ യാൺ ഓവർ, പുൾ ത്രൂ, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. നമ്മുടെ തേർഡ് ചെയിനാണ്. നമ്മൾ 36 ചെയിൻസ് ആണ് മേക്ക് ചെയ്യുന്നത്. നമ്മുടെ ഡിസയർ ലെങ്ത് അനുസരിച്ച് നമുക്ക് ഈ ഫൗണ്ടേഷൻ ചെയിൻസിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി പറ്റും. ഞാൻ ഇപ്പം 36 ചെയിൻസ് ആണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ കുറച്ച് സ്പേസ് വിടുന്നുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും. അത് ചെയ്ത് വരുമ്പോഴത്തേക്കും കറക്റ്റ് ലെങ്ത് ആകും. ദെൻ നമ്മൾ 3 ചെയിൻസ് സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിലോട്ട് നമ്മൾ ഡബിൾ ക്രോഷറ്റാണ് മേക്ക് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യുക. ദെൻ 4th ചെയിനിലോട്ട് നമ്മൾ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. 4th ചെയിനിലോട്ടാണ് നമ്മൾ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. യാൺ ഓവർ, ഫസ്റ്റ് ലൂപ്പിൽ കൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പായിരിക്കും ഉണ്ടാവുന്നത്. ദെൻ യാൺ ഓവർ, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. അഗെയിൻ 2 ലൂപ്പ് നമ്മുടെ ഹുക്കിൽ കാണും. യാൺ ഓവർ, ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ഇങ്ങനെയാണ് ഡബിൾ ക്രോഷറ്റ് നമ്മൾ മേക്ക് ചെയ്യുന്നത്. സ്റ്റിച്ച് മാർക്കറോ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നോ യൂസ് ചെയ്ത് ഫസ്റ്റ് ഡബിൾ ക്രോഷറ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ചെയിൻ 1 ഇടുക, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. ദെൻ അതിൻ്റെ നെക്സ്റ്റ് ചെയിനിലോട്ട് ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. യാൺ ഓവർ, നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ആൻഡ് ഫസ്റ്റ് ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ, ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. നമ്മളൊരു മെഷ് സ്റ്റിച്ചാണ് മേക്ക് ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് റൗണ്ടിൽ. ദെൻ ഈ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ചെയിൻ 1 മേക്ക് ചെയ്യുക. ദെൻ സ്കിപ്പ് 1 ആൻഡ് നെക്സ്റ്റ് ചെയിനിലോട്ട് ഒരു ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. യാൺ ഓവർ, ഇൻസേർട്ട്, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടായിരിക്കും. 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. അഗെയിൻ ചെയിൻ 1 മേക്ക് ചെയ്യുക, സ്കിപ്പ് 1, ദെൻ ഒരു ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ സെക്കൻഡ് റൗണ്ടിലെ പാറ്റേൺ പോകുന്നത്. എൻ്റെ സെക്കൻഡ് റൗണ്ടിൽ ലാസ്റ്റ് ഡബിൾ ക്രോഷറ്റാണ് ഞാൻ മേക്ക് ചെയ്യുന്നത്. ചെയിൻ 1 മേക്ക് ചെയ്യുക, സ്കിപ്പ് 1 ആൻഡ് ലാസ്റ്റ് ചെയിനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ചെയിൻ സ്കിപ്പ് ചെയ്യാനില്ലെങ്കിൽ ചെയിൻ 1 മേക്ക് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്താൽ മതി. ദെൻ നമ്മളിനി റൗണ്ട് 3 മേക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ ആദ്യം 2 ചെയിൻസ് ഇടുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, ഫസ്റ്റ് ചെയിൻ, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, നമ്മുടെ സെക്കൻഡ് ചെയിൻ. ദെൻ നമ്മുടെ വർക്ക് ടേൺ ചെയ്യുക. നമ്മൾ പ്രീവിയസ്ലി ചെയ്ത ഡബിൾ ക്രോഷറ്റിൻ്റെ മുകളിലാണ് നമ്മളിപ്പം ഒരു ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുന്നത്. യാൺ ഓവർ, പ്രീവിയസ്ലി ചെയ്ത ഡബിൾ ക്രോഷറ്റിൻ്റെ മുകളിലൊരു ചെയിൻ ഉണ്ടായിരിക്കും. ആ ചെയിൻ്റെ അകത്തോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക, ആ വീൻ്റെ അകത്തോട്ട്. ദെൻ ഒരു ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ടു. ദെൻ ഇനി നമ്മൾ ആ ചെയിൻ സ്പേസിൻ്റെ അകത്തോട്ടാണ് ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുന്നത്. യാൺ ഓവർ, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, യാൺ ഓവർ, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. സെയിം നമ്മൾ പ്രീവിയസ്ലി ചെയ്ത്
ഡബിൾ ക്രോഷറ്റിൻ്റെ ചെയിനിലാണ് നമ്മൾ നെക്സ്റ്റ് ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുന്നത്. yarn over, pull through, yarn over, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക, ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ദെൻ നമ്മളിനി ചെയിൻ സ്പേസിലാണ് ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുന്നത്. സെയിം ഈ റൗണ്ട് ഫുള്ളും നമ്മൾ ഡബിൾ ക്രോഷറ്റ് മാത്രമാണ് മേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പ്രീവിയസ്ലി മേക്ക് ചെയ്ത ഡബിൾ ക്രോഷറ്റിൻ്റെ ചെയിനിലായിരിക്കും നമ്മളൊരു ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുന്നത്. ദെൻ നമ്മൾ ആ ചെയിൻ സ്പേസിലായിരിക്കും ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരുന്ന നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മൾ സ്റ്റിച്ച് മാർക്ക് റീച്ച് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. ഇനി റൗണ്ട് 4ൽ നമ്മൾ 2 ചെയിൻസ് മേക്ക് ചെയ്യുക. yarn over, pull through, turn your work. നമ്മളിനി എല്ലാ ചെയിൻസിലോട്ടും ഡബിൾ ക്രോഷറ്റ് ആണ് മേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. yarn over, pull through 2, yarn over and pull through 2. നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഓരോ ചെയിൻസിലോട്ടും നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. ലാസ്റ്റ് ചെയിനിലോട്ട് ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. നമ്മൾ ചെയിൻ ടു മേക്ക് ചെയ്യുക, നമ്മളെ വർക്ക് ടേൺ ചെയ്യുക, എല്ലാ ചെയിനിലോട്ടും എന്ത് ചെയ്യുക, ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ റൗണ്ട് 5 തൊട്ട് റൗണ്ട് 21 വരെ ഈ സെയിം പാറ്റേൺ ആയിരിക്കും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് റോസിൻ്റെ എണ്ണം കൂട്ടാം, വേണമെങ്കിൽ നിങ്ങൾക്ക് റോസിൻ്റെ എണ്ണം കുറയ്ക്കാം. നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. ഞാനിവിടെ 21 റോസ് വരെയാണ് ചെയ്യുന്നത്. എൻ്റെ 22nd റോയാണ്. അതിൽ ഞാൻ 7 ഡബിൾ ക്രോഷറ്റാണ് മേക്ക് ചെയ്തേക്കുന്നത്. 8th ചെയിനിലോട്ട് നമ്മൾ 2 ത്രിബിൾ ക്രോഷറ്റാണ് മേക്ക് ചെയ്യുന്നത്. ത്രിബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം 2 പ്രാവശ്യം yarn over ചെയ്യുക. yarn over once, yarn over twice. ദെൻ നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. yarn over and pull through. നമ്മുടെ ഹുക്കിൽ നമുക്ക് 4 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. ദെൻ yarn over, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് കാണാൻ പറ്റും. yarn over, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. yarn over, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ത്രിബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്തു. 2 പ്രാവശ്യം yarn over ചെയ്യുക. സെയിം ചെയിനിലോട്ട് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. yarn over, ഫസ്റ്റ് ചെയിനിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. yarn over, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. again yarn over, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. yarn over and ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക ബാലൻസ് ഉള്ള എല്ലാ ചെയിൻസിലോട്ടും. ലാസ്റ്റ് നമുക്ക് 8 ചെയിൻസ് ബാലൻസ് വരുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യുക. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, 2 ത്രിബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. yarn over twice, ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. yarn over and pull through. നമ്മുടെ ഹുക്കിൽ 4 ചെയിൻ ഉണ്ടാകും. yarn over, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. yarn over, ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ദെൻ 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. സെയിം ആ ചെയിനിലോട്ട് രണ്ടാമത്തെ ഒരു ത്രിബിൾ ക്രോഷറ്റും കൂടെ നമ്മൾ മേക്ക് ചെയ്യുക. yarn over and pull through. ബാലൻസ് ഉള്ള ചെയിനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. ചെയിൻ ടു മേക്ക് ചെയ്യുക, നമ്മുടെ വർക്ക് ടേൺ ചെയ്യുക. ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക എല്ലാ ചെയിനിലോട്ടും. ഞാൻ 2 റൗണ്ടും കൂടെ ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക.
ഇനി നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ മെഷ് സ്റ്റിച്ച് ആഡ് ചെയ്തു. സെയിം പാറ്റേൺ ആണ് നമ്മളിവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന. മെഷ് സ്റ്റിച്ച് ആഡ് ചെയ്യാനായിട്ട് ആദ്യം ചെയിൻ ടു മേക്ക് ചെയ്യുക. ദെൻ നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. ഫസ്റ്റ് ചെയിനിലോട്ട് ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. ചെയിൻ 1 മേക്ക് ചെയ്യുക, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. 1 ചെയിൻ സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് ചെയിനിലോട്ട് നമ്മൾ ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. യാൺ ഓവർ, ഇൻസേർട്ട്, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ 2 ആൻഡ് യാൺ ഓവർ, പുൾ ത്രൂ 2. ചെയിൻ 1 മേക്ക് ചെയ്യുക, 1 സ്കിപ്പ് ചെയ്യുക, ദെൻ ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. വർക്ക് ടേൺ ചെയ്യുക. എഗെയിൻ നമ്മളിനി 2 റൗണ്ടും കൂടെ മെഷ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയിനിലോട്ട് നമ്മൾ ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ വെച്ച് അത് മാർക്ക് ചെയ്യുക. പ്രീവിയസ്ലി നമ്മൾ ചെയ്ത ഡബിൾ ക്രോഷറ്റിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ വീണ്ടും ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുന്നത്. ചെയിൻ 1 മേക്ക് ചെയ്യുക. പ്രീവിയസ്ലി നമ്മൾ ചെയ്ത ഡബിൾ ക്രോഷറ്റിൻ്റെ ചെയിനിലോട്ടാണ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. പാറ്റേൺ എന്ന് പറയുന്നത് ചെയിൻ 1 മേക്ക് ചെയ്യുക. പ്രീവിയസ് റൗണ്ടിൽ ചെയ്ത് ഡബിൾ ക്രോഷറ്റിൻ്റെ ചെയിനിലോട്ട് നമ്മൾ വീണ്ടും ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. ഞാൻ ഒരു റൗണ്ടും കൂടെ മെഷ് സ്റ്റിച്ച് മേക്ക് ചെയ്തിട്ടാണ് ചെയിൻ 1 മേക്ക് ചെയ്ത് ദെൻ ഫാസ്റ്റൻ ഓഫ് ചെയ്തു. ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പ്ലെയിൻ ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ഒരു ഗ്രീൻ കളറിയാണ് യൂസ് ചെയ്ത് ബോർഡർ കൊടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ബോർഡർ കൊടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ബോർഡറായിട്ട് യൂസ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ഈ പാർട്ട് ഇഷ്ടമല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ചെയിൻ 1 മേക്ക് ചെയ്യുക, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. റാൻഡംലി ആണ് സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്തത്. നിങ്ങൾക്ക് ചെയിൻസിലോട്ട് ഇൻസേർട്ട് ചെയ്ത് സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ വീലോട്ട് ഇൻസേർട്ട് ചെയ്ത് നിങ്ങൾക്ക് സിംഗിൾ ക്രോഷറ്റ് യൂസ് ചെയ്യാം. ഫസ്റ്റ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ടെയിൽസ് ഒന്ന് ഹൈഡ് ചെയ്യാതെ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടായിരിക്കും. ആ 2 ലൂപ്പിൽ കൂടെ യാൺ ഓവർ ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്യുക. ഇതാണ് സിംഗിൾ ക്രോഷറ്റ് എന്ന് പറയുന്നത്. മെഷ് സ്റ്റിച്ചിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇൻസൈഡ് ദ മെഷിലോട്ട് സിംഗിൾ ക്രോഷറ്റ് ചെയ്താൽ മതി.
നമ്മൾ ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ചാണ് മേക്ക് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് മേക്ക് ചെയ്ത സിംഗിൾ ക്രോഷൻ്റെ അകത്തോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. നമ്മൾ പുൾ ത്രൂ ചെയ്ത സെയിം ലൂപ്പ് റൈറ്റിലുള്ള യാണിലോട്ട് പുൾ ത്രൂ ചെയ്യുക. ഇതിനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. നല്ലതുപോലെ ഒന്ന് ടൈറ്റൻ ചെയ്യുക. ചെയിൻ 1 മേക്ക് ചെയ്യുക, ഫാസ്റ്റൻ ഓഫ് ചെയ്യുക. ഇത് നമ്മുടെ അപ്പർ പോർഷനും ഇത് നമ്മുടെ ലോവർ പോർഷനും ആണ് വരുന്നത്. നമ്മുടെ അപ്പർ പോർഷനിൽ നമ്മൾ ബാംബൂ സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ലോവർ പാർട്ടിൽ നമ്മൾ 2 ത്രിബിൾ ക്രോഷറ്റ് വീതം വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ 2 ത്രിബിൾ ക്രോഷറ്റിൻ്റെ അകത്ത് ബാംബൂ സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. ബാലൻസ് വന്ന യാന്ത്രിയിൽ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കാനാണ് പോകുന്നത്. റാൻഡമായിട്ട് സ്റ്റിച്ചസ് ചൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തോടെ നമ്മുടെ ടെയിലെൻഡ് ഹൈഡ് ചെയ്ത് വെക്കുക. ഇതിലൊരു ലെങ്ത്തുള്ള യാണിനെ 2 ആയിട്ട് മടക്കിയിട്ടാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് 3 ആയിട്ടാണെങ്കിലും മടക്കാം, കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ. ഇതിൽ നമ്മൾ 2 സൈഡിലും ഒരു നോട്ടിട്ട് കെട്ടിക്കൊടുക്കും. നോട്ട് ഇടുമ്പോഴത്തേക്കും ബാക്കിലോട്ട് തന്നെ ആ നോട്ട് ആവാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതേ കണക്കത്തെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്രോഷറ്റ് പ്രോജക്റ്റ് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്.